ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ വിഷൻസ് ഓഫ് അഖിൽ. എല്ലാവർക്കും നമസ്കാരം. ടുഡേ നമ്മൾ ഫാഷൻ സീരീസ് സ്നീക്കർ എപ്പിസോഡ് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ചാനൽ വന്ന് ഫാഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും കൂടുതലും. സോ ഇത് ഞാൻ ഈ ഫാഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചാനലായതുകൊണ്ട് ഞാനതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ ഉള്ള ഒരു കാറ്റഗറിയാണ് സ്നീക്കർ. ഇതിൽ നമ്മൾ ഇപ്പം ഫാഷൻ സീരീസ് എന്ന് പറയും, അതിനകത്ത് സ്നീക്കർ എപ്പിസോഡ്. സോ ഈ സ്നീക്കർ എപ്പിസോഡ് ഫസ്റ്റിനകത്ത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്നീക്കർ പർച്ചേസ് ആണ്. ആൻഡ് ആ ഒരു കമ്പനിയും ആ സ്നീക്കറിനെ പറ്റി ചെറിയ ഒരു ഹിസ്റ്ററി, കൾച്ചർ എല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് ഗോ. മാർക്കസ് മില്ലസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ബ്രാൻഡ് ഫോം ചെയ്തത്. സോ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് സ്നീക്കർ ഹെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാഷൻ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഏത് കമ്പനി അല്ലെങ്കിൽ ഏതൊരു സ്നീക്കറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. സോ മാർക്കസ് മില്ലസ് 1998 ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇത് ഫസ്റ്റ് ഒരു റബ്ബറൈസ്ഡ് ഒരു സ്നീക്കർ ആയിരുന്നു അവർ ആദ്യമേ ഫോം ചെയ്തത്. അത് പിന്നെ ബാസ്കറ്റ് ബോൾ ഹിസ്റ്ററിയുടെ തന്നെ ഒരു പാർട്ട്, വലിയൊരു പാർട്ടായിട്ട് മാറി ആക്ച്വലി. അവിടുന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു പർട്ടിക്കുലർ ആൾ ഈ ഒരു ബ്രാൻഡിന് ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് കുറച്ചും കൂടെ ഈ ഒരു പർട്ടിക്കുലർ സ്നീക്കർ ലെജൻഡറി സ്നീക്കറായിട്ട് മാറാനതിൻ്റെ ആരംഭം അവിടെ നിന്നാണ്. അത് വേറെ ആരുമല്ല, ചക്ക് ടെയ്ലർ. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഏതായിരിക്കും ആ ഒരു സ്നീക്കറിന്. ഇറ്റ്സ് നൺ അതർ ദാൻ കോൺവേഴ്സ്. സോ നമ്മളിന്ന് കോൺവേഴ്സിനെ പറ്റി സംസാരിക്കുന്നത് മാത്രമല്ല, ഒരു കോൺവേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ആ സ്നീക്കറിന് പറ്റിയ രീതിയിലാണ് ഞാൻ ഔട്ട്ഫിറ്റ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. സോ ആ സ്നീക്കർ പർച്ചേസ് ചെയ്ത് അത് വെയർ ചെയ്തിട്ട് എൻ്റയർ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമ്മൾ പർച്ചേസ് കാര്യങ്ങൾ, ഇൻസ്റ്റോർ എക്സ്പീരിയൻസ് അതിലോട്ട് കിടക്കാം. അതിനുശേഷം ലാസ്റ്റായിട്ട് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. ബാസ്കറ്റ് ബോൾ ആ ഒരു NBA എന്ന് പറയുന്നത് നമുക്കിപ്പോഴും എല്ലാവരും വലിയൊരു ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള ഒരു സ്പോർട്ടും കൂടെയാണ്. സോ അതിലോട്ട് ഒരു സ്നീക്കർ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റെപ്പ്. സോ ബിക്കോസ് ദാറ്റ്സ് എ സംതിങ് സ്പെഷ്യൽ. അതിന് കോമ്പറ്റീഷൻ വേണ്ട, കാരണം ഇറ്റ്സ് ലെജൻഡ്. ലൈക്ക് മൈക്കിൾ ജാക്സൺ. നമുക്ക് അതുമായിട്ട് വേറൊന്നും എടുത്തു വെക്കാൻ പറ്റൂലല്ലോ, അതിൻ്റെ ഒപ്പോ പകരമോ ഒന്നും വെക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള സ്നീക്കേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹേറ്റേഴ്സ് കുറവുള്ളൊരു സ്നീക്കർ കൂടിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാൻ പിന്നെ മോസ്റ്റ്ലി ആരെങ്കിലും എന്നോടൊരു സജഷൻ, എനിക്കൊരു പുതിയ സ്നീക്കർ എടുക്കണം, എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുമോ? ഞാൻ വലിയ സ്നീക്കർ ഹെഡൊന്നും അല്ല, ഞാൻ വന്ന് വലിയൊരു എനിക്കിതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തില്ല, എനിക്ക് ഒരു ബിഗിനറാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്നീക്കർ ഫസ്റ്റ് ഇതായിരിക്കും. കോൺവേഴ്സിനെ പറ്റി പറയുമ്പോൾ ഒരു ഇമോഷനാണ്. ലൈക്ക് 1920s ബാസ്കറ്റ് ബോൾ ഇൻഡസ്ട്രിയിൽ ഇറ്റ്സ് ലീഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ബാസ്കറ്റ് ബോളിൽ മാത്രമല്ല, ഒരു 1960 to 1970 റോക്ക് ആൻഡ് റോൾ, ബാൻഡ്, പോപ്പ് മ്യൂസിക്, അങ്ങനെ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമായി മാറി ഈ സ്നീക്കർ. അമേരിക്ക തൊട്ടുള്ള NBA, അവിടുന്ന് ബാസ്കറ്റ് ബോളിൽ നിന്ന് വന്ന് ബാക്കി എല്ലാവരുടെയും ഒരു റിബല്യൻ കൾച്ചറിൻ്റെ ഭാഗമായി മാറി ഈ ഒരു സ്നീക്കർ. കോൺവേഴ്സ്, ചക്ക് ടെയ്ലർ, കോൺവേഴ്സ് ഓൾ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് പല പല മോഡൽസ് ആൾക്കാർ അത് അംഗീകരിച്ചൊരു ലെജൻഡറി ആൻഡ് എവല്യൂഷണറി റിബല്യൻ ഷൂസ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചെറുപ്പകാലം തൊട്ട് ഈ ഒരു പർട്ടിക്കുലർ സ്നീക്കറിനോട് എനിക്ക് അതിയായ ഒരു ഇഷ്ടമുണ്ട്. ലൈക്ക് ഐ ലൈക്ക് ദാറ്റ് മോർ ഫ്രം മൈ ചൈൽഡ്ഹുഡ് ടു ദിസ് സ്റ്റേജ്. ഐ ഹാവ് സ്പെഷ്യൽ പ്ലേസ് ഫോർ കോൺവേഴ്സ് ഇൻ മൈ ഹാർട്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ എൻ്റെ ഒരു സ്നീക്കർ കളക്ഷൻ റീബിൽഡ് ചെയ്യുമ്പോഴും ഒക്കെ കോൺവേഴ്സ് ഞാൻ ഉൾപ്പെടും. കോൺവേഴ്സ് ഇല്ലാതൊരു സ്നീക്കർ കളക്റ്റീവ് ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2003 നൈക്കി $305 million കോൺവേഴ്സ് വാങ്ങിച്ചിരുന്നു ബാങ്ക്രപ്സിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. സോ അപ്പോൾ തൊട്ട് ഒരു പുതിയ മാറ്റങ്ങളൊക്കെ നൈക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. ബട്ട് ആ ഒരു ഓത്തൻറ്റിക് ടച്ച്
മാറ്റിയപ്പോൾ തന്നെ ബ്രാൻഡ് വേറെ ക്രൈസിസിലോട്ട് ഒന്നും കൂടെ ഫേസ് ചെയ്യുന്നു. സോ അവർ പറഞ്ഞു ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു ഒതൻറ്റിസിറ്റി മാറ്റാതെ അങ്ങനെ തന്നെ ഇരുന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇപ്പോഴും നമുക്ക് ആ കോൺവേഴ്സ് അതിൻ്റെ ആ ഒതൻറ്റിസിറ്റി തന്നെ കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. കാരണം കോൺവേഴ്സ് ഈസ് കോൺവേഴ്സ്. അതിനകത്ത് കൂടുതൽ പണി നടത്താൻ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നാശമായി പോകും. സോറി, ഇപ്പോൾ റീസെൻ്റ്ലി ജാഗ്വാർ റീബ്രാൻഡ് ചെയ്ത് ഫുള്ളി ഇലക്ട്രിക് ആക്കിയപ്പം ആൾക്കാരുടെ റെസ്പോണ്ട് എങ്ങനെയായിരുന്നു? സെയിം അവസ്ഥയായിരിക്കും. കോൺവേഴ്സ് ആ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ആ ഒരു കൾച്ചറൽ ഫോം മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന പണി അത് അവർക്ക് 2003 നൈക്കിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ വലിയ വലിയ പരീക്ഷണങ്ങളൊന്നും കോൺവേഴ്സിൽ നടത്താതെ ഇപ്പോഴും ആ ഒരു ആ ഒരു ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് കോൺവേഴ്സ്.